fountains kiss high heaven, and the waves clasp one another. No sister flower would be forgiven if it disdained its brother. And the sunlight clasps the earth, and the moonbeams kiss the sea. What is all this sweet work worth, if thou kiss not me? See the mountains kiss high heaven, and the waves clasp one another. No sister flower would be forgiven if it disdained its brother. And the sunlight clasps the earth, and the moonbeams kiss the sea. What is all this sweet work worth, if thou kiss not me? The fountains mingle with the river, and the rivers with the ocean. The winds of heaven mix forever with a sweet emotion. Nothing in the world. നിർത്തണ്ട, മോള് പഠിക്കുന്നത് കാണാൻ വന്നതാ അച്ഛൻ. വായിച്ചോളൂ. മോള് വായിക്ക്. നിന്നെ മടിയിലിരുത്തി ഹരിശ്രീ എഴുതി പഠിപ്പിക്കുന്നത് അച്ഛൻ എത്ര സ്വപ്നം കണ്ടതാണെന്നോ. അക്ഷരമാലയിലെ ആദ്യാക്ഷരങ്ങളും ചൊല്ലിക്കൊണ്ട് എന്റെ മോളെ ഈ വീട് മുഴുവൻ ഓടി നടക്കുന്നത് കാണാൻ ഒന്നിനും ഭാഗ്യമുണ്ടായില്ല. ഈ പ്രായത്തിലെങ്കിലും എന്റെ മോള് പാഠങ്ങൾ വായിക്കുന്നത് അച്ഛനൊന്ന് കേൾക്കട്ടെ. വായിക്ക്. The fountains mingle with the river, and the rivers with the ocean. The winds of heaven mix forever with a sweet emotion. Nothing in the world is single, all things by a law divine. In one spirit meet and mingle, why not I with thine? See the mountains kiss high heaven, and the waves clasp one another. No sister flower would be forgiven if it disdained its brother. ഇതാരാ മോളെ? മോളുടെ കൂട്ടുകാരിയാണോ? അതെ. മിടുക്കിയാണല്ലോ. എന്താ ഇവളുടെ പേര്? പേര് സൂസന്ന. ഹോസ്റ്റൽ മേറ്റ് ആണല്ലേ? അതെ. എവിടെയായി കുട്ടിയുടെ വീട്? അത് പിന്നെ ആ കുട്ടിക്ക് വീടില്ല. വീടില്ലേ? ഇല്ല. അച്ഛനും അമ്മയില്ലാതെ അനാഥയാണ്. രേവതി, നിന്റെ ഈ കൂട്ടുകാരി പഠിക്കാൻ എങ്ങനെ? മിടുക്കിയാണോ? അതെ. ആ, എങ്കിൽ അവളോട് മോള് പോയി പറയണം അവൾ അനാഥയല്ലെന്ന്. അവൾ കണ്ടിട്ടില്ലാത്ത ഒരു അച്ഛൻ അവൾക്ക് ഇവിടെ ഉണ്ടെന്ന്. ദൈവം അച്ഛന് കൈ നിറയെ പണം തന്നു. ഒരുപാട് പേരെ അച്ഛൻ സഹായിച്ചു, പഠിപ്പിച്ചു. മോളുടെ കൂട്ടുകാരിക്ക് എത്ര വരെ പഠിക്കണോ അത്ര വരെ അച്ഛൻ പഠിപ്പിക്കാം. ആ, നേരം കളയണ്ട, മോളിരുന്ന് പഠിച്ചോളൂ. വൈദ്യരോ, ഇവിടെ എന്താ ആയുർവേദ വിധിപ്രകാരം തയ്യാർ ചെയ്യപ്പെട്ട ഒരു കുഴമ്പിന്റെ മണം? പിന്നെ കുഴമ്പ് തേച്ചാ പിന്നെ മണ്ണെണ്ണയുടെ മണം ഉണ്ടാവുക. സരസൻ വരൂ, വരൂ. ഈ കൊമ്പനാനയ്ക്കുണ്ടാക്കിയ അരഞ്ഞാണം അണ്ണാൻ ചുറ്റിയാ ശരിയാവൂ? എടോ, ബാലമ്മേനെ ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ കുഴമ്പ് താനെടുത്ത് തേച്ചിട്ട് എന്താ കാര്യം എന്നാ ഞാൻ ചോദിച്ച്. ഞാൻ പറഞ്ഞു വല്ലതും മനസ്സിലായോ? ആട്ടെ, തനിക്കിപ്പോ എന്താ അസുഖം? എന്താ കുഴപ്പം? എനിക്കിങ്ങനെ ഇങ്ങനെ കഥകളിയൊന്നും വേണ്ട, കഥകളിയൊന്നും വേണ്ട. അല്ല, എവിടെയാ വേദന വെച്ചാ പറഞ്ഞാ മതി. ഈ രണ്ട് സന്ധികളിലും ഭയങ്കര വേദനയാണ്. ഏത് സന്ധിയിലാ വേദന? വലത്തെ സന്ധിയിലാണോ അതോ ഇടത്തെ സന്ധിയിലാണോ? രണ്ട് സന്ധിയിലുണ്ടേ. എന്നാ ഒരു കാര്യം ചെയ്തോളൂ, വലത്തെ സന്ധി ഇങ്ങോട്ട് വെച്ചോളൂ. അത് ബൊമ്മ, ഇതൊന്ന് പിടിക്കേ. എനിക്ക് രണ്ടും ഒരുപോലെ തോന്നിയേ. അതാ. അയ്യോ, എന്താണ് ആളെ പഠിപ്പിക്കാ? പിടിച്ചൊക്കെ വൈദ്യരെ, വൈദ്യരെ, ഇതിന് മരുന്നില്ല. ഷോ,
അലോപ്പതിയില്. ആയുർവേദത്തിലുണ്ട്. എന്താന്ന് വെച്ചാന്ന് പറഞ്ഞേ. ഇവിടെ നല്ല കോഴിമുട്ട കിട്ടുവോ? പിന്നെ ഇഷ്ടം പോലെ ഇല്ല ഇവിടെ. തുടരുത്, തുടരുത്. ഇവിടെ നല്ല ഉരുളക്കിഴങ്ങ് കിട്ടുവോ? ഞാൻ തൊടില്ല. തൊടണം. അതിനെന്താ, ഇഷ്ടം പോലെ ഉറങ്ങ അടുക്കളയുണ്ടല്ലോ. അടുക്കളയെന്നല്ല, പുറമേന്ന് വാങ്ങണം. വാങ്ങിച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊലി കളയുക, എന്നിട്ട് രണ്ടായി കഷ്ണിക്കുക. കഷ്ണിച്ച് അതിന് നടുക്കുന്ന് കുറച്ച് തുറന്ന് കളയുക. എന്നിട്ട് ഇവിടെ പച്ചക്കറി കിട്ടുവോ? പിന്നെ ഇഷ്ടം പോലെ അടുക്കളയിലില്ലേ. അടുക്കളയെന്നല്ല, പുറമേന്ന് വാങ്ങണം. അത് വാങ്ങിച്ച് ആ പച്ചക്കറി കുറച്ച് ഇരുന്ന് നിറയ്ക്കുക, എന്നിട്ട് അടയ്ക്കുക. അടച്ച് ഇവിടെ വാഴവള്ളി കിട്ടുവോ? എന്താ ഈ പറയുന്ന, ഇഷ്ടം പോലെ വാഴയുള്ള സ്ഥലല്ലേ, വള്ളി കിട്ടില്ലേ? ഇവിടെ നിന്നല്ല, പുറമേന്ന് വാങ്ങണം. വാങ്ങിച്ച് വാഴവള്ളിയെ കൊണ്ട് കെട്ടി ഇവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടുവോ? എന്താ ഈ ചോദിക്കണേ? തെങ്ങുള്ള സ്ഥലല്ലേ, ഇഷ്ടം പോലെ വെളിച്ചെണ്ണ അടുക്കളയിലുണ്ട്. ഇവിടെ നിന്നല്ല, പുറമേന്ന് വാങ്ങണം. അതെ, പുറമേന്ന് അത് ശരി, അത് ശരി. വാങ്ങിച്ച് ഇവിടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അടിയിൽ തീ കത്തിക്കുക, എന്നിട്ട് അതില് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ചിങ്ങനെ വരുമ്പോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിടുക. ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ അതിങ്ങനെ മുരിഞ്ഞിങ്ങനെ വരുമ്പോ വരുമ്പോ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. അതെടുക്കുക, കൈകൊണ്ടല്ല ചട്ടം കൊണ്ടെടുത്ത് വാങ്ങി വെക്കുക. എടുത്തിട്ട് ചൂടാറാൻ അനുവദിക്കുക. അനുവദിച്ച് ചൂടാറുമ്പോ ഇങ്ങനെ 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 ഒന്നും ചെയ്യരുത്. അതെടുത്തുകൊണ്ടുപോയി ഏതെങ്കിലും പ്ലാവിന്റെ ചോട്ടി കൊണ്ടൊന്ന് കുഴിച്ചിടുക. പ്ലാവിന്റെ ചോട്ടി കൊണ്ട്? അത് തന്നെ. പുറമേയുള്ള പ്ലാവിന്റെ ചോട്ടില്ല, ഇവിടത്തെ പ്ലാവിന്റെ ചോട്ടി കുഴിച്ചിടാ. എടോ താനേ ഈ കുഴമ്പല്ല, താൻ കസ്തൂരിയാതി ലേഹ്യം കഴിച്ചാലും ശരി, തന്റെ ഈ ആകെയുള്ള ഒരു പുകച്ചോ ദേഹപ്പോച്ചില് അത് മാറില്ല. കാണിക്കാൻ പോണേ, എന്താ മനസ്സിലായില്ല എനിക്ക്. എന്താണ് താനെ കുസ്തിക്ക് വരിക? ഉച്ചീവകണ്ടെടുത്ത് പിച്ചിപ്പൂ വെച്ച കിളി പച്ചമരത്തോട്ടത്തിലെ മെയ്തെന്ന് சொன்னாங்க. മോളിവിടെ വന്ന ദിവസം തൊട്ട് ഞാനൊരു കാര്യം ചോദിക്കണം ആലോചിക്കായിരുന്നു. മോളുടെ അമ്മയുടെ അനിയത്തി ഒരാളുണ്ടായിരുന്നില്ലേ, ഓമന ചേച്ചി, അവരിപ്പോ എവിടെയാ? അവര് ഇപ്പോ കൊയിലാണ്ടില്ലല്ലേ അവരെ അയച്ചിരുന്നത്? അതെ, അവരിപ്പോഴും കൊയിലാണ്ടി തന്നെയാ. യോ, എന്നെ വലിയ സ്നേഹമായിരുന്നു. മോളുടെ അമ്മയുടെ കൂടെ വരുമ്പോഴൊക്കെ എന്നെ എപ്പോഴും വിളിച്ച് കാശ് തരും. അന്ന് ഞാൻ തീരെ കൊച്ചായിരുന്നു. എത്ര മക്കളുണ്ട് അവർക്ക്? അവർക്ക് മക്കളില്ല ദേവുട്ടിയമ്മേ. മക്കളില്ലെന്നോ? അന്ന് തന്നെ ഉണ്ടായിരുന്നല്ലോ 2 പെൺകുട്ടികള്. അവരുണ്ട്, വേറെ മക്കളില്ലെന്നാ ഞാൻ പറഞ്ഞത്. മോളുടെ മുത്തച്ഛൻ പണ്ട്. ഞാനൊന്ന് കുളിക്കാൻ നോക്കട്ടെ. ചൂടുവെള്ളം വേണോ? വേണ്ട. എന്നാ പിന്നെ പുഴയിൽ കുളിച്ചൂടെ? നമുക്കായിട്ട് തനിച്ചൊരു കടവുണ്ട്. വേണ്ട, ഞാൻ കുളിമുറി കുളിച്ചോളാം. എനിക്ക് ഈ അടച്ചിട്ട മുറി കുളിച്ചാലേ ദേഹം വൃത്തിയായെന്നേ തോന്നൂല. നല്ല വെള്ളം നീന്തി തുടിച്ചങ്ങ് കുളിക്കണം. ഒറ്റ കുഴപ്പേ ഉള്ളൂ, നമ്മളെപ്പോലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കുളിക്കാൻ ഇറങ്ങിയാലേ പാത്തും പതുങ്ങി നോക്കി നിൽക്കാൻ ചില ആമ്പിളരുണ്ടാവും. അളിയന്നടി റക്കമ്മ പല്ലാക്ക്